ഞാനിന്ന് സംസാരിക്കുന്നത് അമരൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്കുമാർ പെരിയസ്വാമിയാണ്. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കമൽ ഹാസന്റെ ഫിലിം കമ്പനിയാണ്. കമൽ ഫിലിംസ് ഇന്റർനാഷണലും സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 100-200 കോടിയിൽ മേലെ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് മെയിനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ശിവകാർത്തികേയൻ, അതേപോലെ സായി പല്ലവി. അതുകൂടാതെ ഭുവൻ അറോറ, രാഹുൽ ബോസ്, സുരേഷ് ചക്രവർത്തി, അതുപോലെ നമ്മുടെ മലയാളത്തിന്റെ ശ്യാമപ്രസാദ് എന്നിവരൊക്കെയാണ് ഇതിനകത്ത് മറ്റ് വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്, പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു സിനിമയാണ്, വലിയൊരു ക്യാൻവാസ് സിനിമയാണ്. ഇതൊരു ആക്ഷൻ സിനിമയാണ്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ ഡ്രാമ സിനിമ എന്നതിനപ്പുറം ഇതൊരു ഒരു നല്ലൊരു പ്രണയ കാവ്യം കൂടിയാണ്. ഈ ചിത്രം തികച്ചും ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആണ്. അപ്പൊ റിയൽ സ്റ്റോറി ബേസ്ഡ് സിനിമകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ പോലെയൊക്കെ തോന്നാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ മറികടന്ന് ഇതൊരു പക്ക സിനിമ തന്നെയാണ്. ഒരു എന്താ പറയണ്ടേ, ഒരു റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള ഒരു ഫീലേ നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നില്ല. പക്ഷേ അതിന് ജീവനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ആസ്പദമായിട്ടുള്ള റിയൽ സ്റ്റോറിക്ക് കൂടെ ഒരു സിനിമാറ്റിക് മൂഡ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം കാവ്യസ്പർശിയായ ഒരു പ്രണയം തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പൊ അത്തരം ഒരു സ്റ്റോറിയിൽ അതിന്റെ ഒരു പാരലായിട്ട് തന്നെ ഒരു തീവ്രമായ പ്രണയത്തിന്റെ ഒരു സിറ്റുവേഷൻ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ കാശ്മീരിന്റെയുമായി, അതുപോലെ തന്നെ നമ്മുടെ ആ മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു മുകുന്ദ് എന്ന് പറയുന്ന ഈ സ്റ്റോറി ബേസ് ചെയ്യുന്നത് മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററിക്കാരന്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഫാമിലിക്കൊന്നും താല്പര്യമില്ലാത്തപ്പോഴും മുകുന്ദന് വളരെ അധികം താല്പര്യമായിരുന്നു ഈ ഒരു മിലിറ്ററിയിൽ ചേരുക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. പാരലായിട്ട് തന്നെ മുകുന്ദിന്റെ പ്രണയത്തെയും പറയുന്നു. ഇന്ദു എന്ന് പറയുന്ന കഥാപാത്രമാണ്. റിയൽ ലൈഫിലും അത് ഇന്ദു തന്നെയാണ്. അതൊരു കേരള പശ്ചാത്തലത്തിലാണ് ഇന്ദുവിന്റെ വീടും മറ്റുമൊക്കെ വരുന്നത്. വളരെ രസകരമായിട്ടായിരുന്നു അത്തരം സീക്വൻസ് ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റ് സിനിമകളുടെ ഓവർ ജാടയൊന്നും ഇല്ലാതെയും ഇത്തരം സിനിമ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് തെളിയിച്ചൊരു സിനിമയാണിത്. അതിനകത്ത് ഒരു ഓവർ സ്പെഷ്യൽ എഫക്റ്റോ അല്ലെങ്കിൽ അത്തരം വളരെ ഭംഗിയിൽ ആംബിയൻസ് ക്യാച്ച് ചെയ്യുകയും മനോഹരമായ കാശ്മീരിന്റെ പല സിറ്റുവേഷൻസും ക്യാപ്ചർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ ഫീല് നിലനിർത്തിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ആവണം. കാരണം അത്തരം സിറ്റുവേഷൻസ് എനിക്കൊരു ഒറിജിനൽ യുദ്ധത്തിന്റെ ഒക്കെ ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ചില ഓപ്പറേഷൻസ് ഒക്കെ അതിനകത്ത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതില് നമ്മുടെ രാമസ്വാമി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളുടെ പ്രകടനം എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ടത് സായി പല്ലവിയെ കുറിച്ചാണ് പറയുന്നത്. കാരണം സായി പല്ലവി ഒരു പക്ഷേ നമ്മുടെ മണിരത്നമൊക്കെ ഒരു ഫംഗ്ഷനിൽ എനിക്ക് തോന്നി ഇതേ സിനിമയുടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായി പല്ലവി എന്റെ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനൊക്കെ അത് സാർത്ഥകമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു സായി പല്ലവിയുടേത്. അത്രമാത്രം ഇമോഷൻസ് അങ്ങനെയൊക്കെ അഭിനയിക്കുന്നു നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു സായി പല്ലവി വരുന്നത് സിനിമയിലേക്ക് വരുന്നതിന്റെ ഒരു ഡാൻസർ എന്നുള്ള ലേബലോട് കൂടിയാണ്. അത് പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ കൂടെ വന്നു. മലർ എന്ന് പറയുന്ന കഥാപാത്രം ലോകം മുഴുവൻ ഹിറ്റാക്കി, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നെഞ്ചിലേറ്റി എന്നൊക്കെയുള്ളൊരു പ്രത്യേകതയുണ്ട്. അത്രത്തോളം ടാലന്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്തരം ഇമോഷൻ സീക്വൻസിലൂടെ ഒന്നും മുന്നേ മറ്റൊരു സിനിമയിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതിൽ കൈയടക്കത്തോടെയും അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതൊക്കെ അത്രമാത്രം നന്നായിട്ട് തന്നെ സായി പല്ലവി ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ശിവകാർത്തികേയന്റെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മിതത്വത്തോടെ ലിമിറ്റഡ് ആക്ടിങ് എന്ന് പറയുന്ന രീതിയിൽ ശിവകാർത്തികേയൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇതിനു മുമ്പ് സൽമാൻ ഖാനൊക്കെ സിനിമ നമ്മുടെ ഈ മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സിനിമകളിലൊക്കെ ഒരു സ്പെഷ്യൽ എഫക്റ്റ് നമുക്ക് കാണാം, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയണ്ടേ, ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവർ ഹീറോയിസം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാം. അത്തരം ഒരു ഹീറോയിസത്തിന്റെയും ആ രീതിയിലൊന്നും ഇതിനെ മേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ കണ്ടിട്ടോ ഇല്ല.
ശിവ എന്ന് പറയുന്ന പുതിയൊരു ക്യാമറാമാനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ മനോഹരമായ ഫ്രെയിംസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത്രയും നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു കാശ്മീരിന്റെ ആ ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പ്. അതുപോലെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് BGM ചെയ്തിരിക്കുന്നത് GB പ്രകാശ് ആണ്. GB പ്രകാശ് എനിക്ക് തോന്നുന്നു മെലോഡിയസ് ആയിട്ടുള്ള രീതിയിലൊക്കെയുള്ള ചിത്രങ്ങൾക്കായിരുന്നു മുന്നേ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒരു ത്രില്ലർ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് GB പ്രകാശ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ സിനിമേനെ ഒരു എന്തെങ്കിലും ഒരു കുറ്റം പറയാനുള്ള രീതിയിൽ ഒരു സാധനം പോലും അവശേഷിപ്പിച്ചിട്ടില്ല. അത്രയും ലോജിക് സെൻസിൽ അത്രയും നന്നായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അതിന്റെ എന്താ പറയുക പ്രണയത്തിന്റെയും അതുപോലെ പിന്നെ ഈ മിലിറ്ററി ബേസ്ഡ് സ്റ്റോറിയുടെയും അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷനൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു GB പ്രകാശ് ഓൾറെഡി അതിനകത്ത് പാർട്ടുകൾ ഓൾറെഡി ചെയ്ത പാർട്ടുകൾ വീണ്ടും മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിനിമയുടെ ഒരു ആംബിയൻസ് മനസ്സിലാക്കിയതിനു ശേഷം പുള്ളിക്ക് എന്തൊരു തൃപ്തിക്കുറവ് വന്നിട്ട് അത് പോരാ, ഞാൻ ഒന്നുകൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുതിയൊരു പാട്ടുകളായിരുന്നു പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് മനോഹരമായി തന്നെ അത് ഹിറ്റാവുകയും ചെയ്തു. ഇത് വളരെയധികം എനിക്ക് തോന്നുന്നു വളരെയധികം പ്രിപ്പറേഷനോടും വളരെയധികം പ്രീ പ്ലാനിങ്ങോടും ചെയ്തൊരു സിനിമയാണ്. കാരണം ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് രാജ്കുമാർ പെരിയസ്വാമി ഇത് എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പേ തന്നെ 3-4 വർഷം മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രീ പ്രൊഡക്ഷൻസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം എന്താ പറയണ്ട ഇതിനെ പഠിച്ചിട്ട് തന്നെയാണ്, അത്രത്തോളം ഇതിനെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഇതിനകത്ത് നമുക്കൊരു അതങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, നമുക്ക് നമ്മുടെ ചിന്തകൾക്കൊക്കെ എത്രയോ മേലെ നിന്നുകൊണ്ടാണ് പുള്ളി നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ചിന്തകൾക്ക് അപ്പുറം ഈ സിനിമ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു കാഴ്ച അനുഭൂതി ഈ സിനിമ തരുന്നുണ്ട്. പിന്നെ ഇമോഷൻസ് പലപ്പോഴും നമ്മൾ ചെറിയ ചില പോയിന്റിലുള്ള ഇമോഷൻസ് അതെങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഈ സിനിമ കണ്ടാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത്രത്തോളം മനോഹരമായിട്ടാണ് ചില സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ കൺസ്ട്രക്ഷനിലൂടെ നമ്മളത് കാണുമ്പോൾ അതിന്റെ ഒരു മാക്സിമം എഫക്റ്റിൽ നമ്മുടെ മനസ്സിലേക്ക് അത് വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ സിനിമ കണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ പോലും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഈ പറയുന്ന ഈ കഥാപാത്രം അല്ലെങ്കിൽ നമ്മുടെ ഈ പട്ടാളക്കാരന്റെ ഓർമ്മകളും ഭാര്യയുടെ വിരഹവും ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ വിഷ്വൽ ആംബിയൻസും ഒക്കെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു മനോഹരമായ ഒരു സിനിമ തന്നെയാണ് അമരൻ.